അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് അതെല്ലാം പോയി. ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ, അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ജോജു ജോർജ് വേഴ്സസ് ചുരുളി. ചുരുളി എന്ന് പറയുന്ന സിനിമയിലെ തങ്കൻ ചേട്ടനെ അറിയാത്ത ആരും കാണില്ല. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഞാനാടാ തങ്കൻ ചേട്ടൻ, ഞാനാടാ തങ്കൻ ബാക്കിയെല്ലാവരും തങ്കച്ചേട്ടൻ എന്ന് പറയുന്നത്. ചുരുളി എന്ന സിനിമ അതിനകത്തെ സംഭാഷണങ്ങൾ കൊണ്ട് ഹിറ്റായൊരു പടമാണ്, ചർച്ച ചെയ്യപ്പെട്ട പടമാണ്. ഞാൻ ആ സിനിമ സ്വാഭാവികമായിട്ടൊരു സിനിമ വന്നു. നോർമലി ഞാൻ ആ സമയത്ത് ഒരുപാട് മലയാള സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ കുറവായിട്ടോ കാണുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഹെഡ്സെറ്റ് ഇല്ലാതെയാണ് തുടങ്ങിയത്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ടോണ് മാറിയപ്പോൾ തന്നെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ബാക്കിയുണ്ട്. ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ അറിയാതെ അതിനകത്തായിപ്പോയി. എനിക്ക് ആദ്യം കണ്ടിട്ടൊന്നും മനസ്സിലായില്ല, ഇതെന്താ ഇത് ഒന്നും മനസ്സിലായില്ല. സയൻസ് ഫിക്ഷനാണ്. അത് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി എടുക്കുക. 1, 2, 3 തവണയൊക്കെ ആയിരുന്നു കണ്ട സിനിമയാണത്. വേണമെങ്കിൽ ഇനി ഒരു വട്ടം കൂടി കാണുന്നതിൽ എനിക്കൊരു തടസ്സമില്ല. പക്ഷെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ തണുപ്പും മഞ്ഞും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. തെറിവിളിക്കപ്പുറത്തേക്ക് മറ്റൊരു തരം ആസ്വാദനമാണത്. നമ്മൾ ഓരോ തവണയും ലിജോ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചില എഴുത്തുകളൊക്കെ വായിച്ചിട്ട് അത് വായനക്കാരൻ്റെ ഇഷ്ടത്തിന് വിടുന്നു, അല്ല അത് കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ ഉത്തരങ്ങളിലേക്ക് വിട്ടൊരു സിനിമയാണത്. നല്ല സിനിമയാണ്. അപ്പോൾ അതല്ലല്ലോ വിഷയം. ഇവിടെ ജോജു ജോർജ് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിലല്ല ഇത് പറയുന്നത്. അദ്ദേഹം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് തിയേറ്ററിൽ അല്ലെങ്കിൽ OTTക്ക് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരില്ല, അവാർഡിന് അയക്കുമെന്ന് വിചാരിച്ചാണ് അത് അഭിനയിച്ചത്, പൈസ ഒന്നും കിട്ടിയില്ല അദ്ദേഹം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് ഇന്റർവ്യൂ ആണെന്നും എടുത്ത് വെക്കേണ്ടിയില്ല, പക്ഷെ അതിന് മുമ്പ് അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നേരം എനിക്ക് മനസ്സിലായോ അദ്ദേഹം അതപ്പോൾ അറിയാതെ വിളിച്ചാണ്. ഞാനും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഇത് ചർച്ചയാവുന്ന കാര്യം എന്താ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകൾ സ്കൂളിൽ പോയപ്പോൾ ഇത് കാണിച്ച് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് സ്വന്തം പിതാവിനെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ ആ കുട്ടികൾക്കും അതൊരു അഭിമാനക്കുറവും നാണക്കേടും ഒക്കെ ഉണ്ടാവും. അത് പിഞ്ച് കുട്ടികളാണല്ലോ, ചെറിയ കുട്ടികളാണ്, അവരുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ ഇല്ലാത്ത ഇതാണ്. ഇത് പറയാൻ മറ്റൊരു കാരണം എന്ന് പറയാം, നമ്മുടെ അശ്വൻ ഗോക്ക് ഉണ്ണികൃഷ്ണനെയും അതുപോലെ തന്നെ ഉദയകൃഷ്ണനെ കുക്കറി എന്നൊക്കെ വിളിക്കുമ്പോൾ വലിയൊരാളുടെ മകനുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടീനെ ഉക്രൈന്ന് വിളിച്ച് കളിയാക്കി. അത് ആ കുട്ടിക്ക് വല്ലാത്ത ട്രോമയായിപ്പോയി. സമൂഹത്തെ നടന്നേ അത് കോക്കിനെ പറയും, കോക്ക് അത് നിർത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അങ്ങനെ കുട്ടിക്ക് കളിയാക്കല അനുഭവപ്പെടുമ്പോൾ വല്ലാത്തൊരു ട്രോമ ഉണ്ടാവും. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടി അവളുടെ അഭിപ്രായം പറഞ്ഞു, അച്ഛൻ ആ സിനിമയിൽ അല്ലെങ്കിൽ പപ്പ ആ സിനിമയിൽ അഭിനയിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ജോജു ജോർജിന് അത് വല്ലാത്ത വിഷമമുണ്ടായി. ഈ ജോജു ജോർജ് എന്ന് പറയുന്ന ആള് വല്ലാത്ത സെൻസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല വിഷയങ്ങളിലും. അദ്ദേഹം സെൻസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. എന്തോ അഖിൽമാരാറും ഇദ്ദേഹം തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അഖിൽമാരാറെ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെ അഖിൽമാരാർ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പണിയെന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു. എനിക്ക് നല്ല പടം കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ ദിലീപിന്റെ ലാസ്റ്റ് ഒരു പടം പ്രിൻസ് എന്ന് പറഞ്ഞൊരു പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയായിരുന്നു. നല്ല സിനിമയാണ്. അത് കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ എഴച്ചിലുള്ള ചോദിച്ചിട്ട് ചെറിയ സീൻസിലൊക്കെ ഉണ്ട്, ക്ലീശ സീൻസൊക്കെ എഴച്ചിലായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ നല്ല സിനിമയാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സിനിമ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് ശ്രമം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് ഞാൻ ഒത്തിരി വന്നതിന് ശേഷമുണ്ട്. തിയേറ്ററിൽ അധികം പോകാത്തോണ്ടാണ്. നല്ല പടം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയം ചുരുളിയാണ്. ചുരുളിയിൽ ഇദ്ദേഹം അഭിനയിച്ച് തെറി വിളിച്ച് അഭിനയിച്ചത് ഫെസ്റ്റിവലിന് അയക്കാനുള്ള പടമാണ്. ഫെസ്റ്റിവലിന് മാത്രമേ പ്രദർശിപ്പിക്കൂ. ഫെസ്റ്റിവലിന് ഈ ടൈപ്പ് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പൊതുസമൂഹത്തിൽ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അത് മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ഹിന്ദിയും വിദേശ ഭാഷകളാണ് കൂടുതലും വരുന്നത്. ഇത് ഇംഗ്ലീഷ് പടത്തിലെല്ലാം തെറിവിളികൾ ഇല്ലാത്ത പടങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ കുറേ തെറികൾ വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങളിൽ പോലും തെറിവിളികളുടെ അംഗീകരണ കളി ഉണ്ടാവും.
സ്വാഭാവികമാണ്. അപ്പൊ അത് ആ സംസ്കാരം നമ്മുടെ കേരളത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ ഇത് വിളിച്ചു, ഇത് ഇദ്ദേഹം ഫെസ്റ്റിവലിനാണെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തിന് വഴിക്ക് പോയി, പൈസ പോലും ആ സമയത്ത് മേടിച്ചില്ല എന്ന് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം കോൺഗ്രസിന്റെ ഈ വില വർധനവിനെതിരെ ഒരു റോഡ് ബ്ലോക്ക് സമരം ഉണ്ടായിരുന്നു എറണാകുളത്ത് ബ്ലോക്കാണ്. ഇദ്ദേഹം എന്തോ തിരക്കിന് വരുന്ന സമയത്ത് ഇദ്ദേഹം പോയി ഇടപെട്ടു. നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടാക്കി. അതിനുശേഷം ഇദ്ദേഹത്തിന് കോൺഗ്രസിന്റെ സൈബർ അറ്റാക്ക് കേസ് ബഹളം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒതുങ്ങുമ്പോഴായി സിനിമ ഇറങ്ങിയതോടെ കോൺഗ്രസ്സുകാരുമായിട്ട് ഓൾറെഡി വരക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കോൺഗ്രസ്സുകാർ വീണ്ടും കേസ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പെട്ടു. സ്വാഭാവികമായിട്ട് തെറിവിളി എന്ന് പറയുന്ന അത്ര സുഖകരമായിട്ടായിരിക്കും അല്ലല്ലോ മലയാളികൾ എടുക്കുന്നത്. ഇദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ഇദ്ദേഹം കോടതി കയറി ഇറങ്ങുമ്പോൾ ഇദ്ദേഹം വിളിച്ചു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറെ വിളിച്ചു പറയുന്നു. പ്രൊഡ്യൂസർ ഉണ്ടോ 5 ലക്ഷം രൂപ അങ്ങനെ വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ജോജു ജോർജ് വലിയ സ്റ്റാറെത്തി നിൽക്കുക. ജോസഫും ഒക്കെ കഴിഞ്ഞ് ജോഷി സാറിന്റെ പടമൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു സ്റ്റാർ ഇടത്തി നിൽക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് 2-2.5 കോടി രൂപ ഒക്കെ പ്രതിഫലം വാങ്ങുന്ന ടൈമാണ്. 5 ലക്ഷം രൂപയ്ക്ക് വന്ന് അഭിനയിച്ചേക്കാൻ വലിയ കാര്യം അത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ഒരു തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു ഇതിൽ വന്നതല്ല. കാരണം അദ്ദേഹത്തിന്റെ പടം എന്ന് പറയുമ്പോൾ ഓൾറെഡി ബിസിനസ് നടക്കും. എനിക്കറിയാം, ഞാനിത് സിനിമാ ഫീൽഡുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് ജോജു ജോർജിന്റെ പുലിമട എന്ന് പറയുന്ന പടം നല്ല പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ അതിന്റെ റിവ്യൂ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ജോർജ് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പൊ അത് ആ റിലീസിന് മുമ്പേ ഇപ്പൊ നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകൾ പടം എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റിലീസ് കഴിഞ്ഞ് അതിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് എടുക്കുക, എങ്ങനെ ഓടിയെന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക. പക്ഷെ ആ പുലിമട ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് ആയിട്ട് അത് മേടിച്ചു എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്റ്റാർഡ് ഉള്ള ഒരാളാണ് ജോജു ജോർജ്. അദ്ദേഹം ഈ 5 ലക്ഷം രൂപയ്ക്ക് അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചാർജ്, അദ്ദേഹത്തിന്റെ റേഞ്ച്, അദ്ദേഹത്തിന്റെ സാലറി അതല്ല, അത് കൂടുതൽ കിട്ടേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു പടത്തെ അഭിനയിച്ചത് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായത് ബാഡ് എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തു. അദ്ദേഹം അത് പറയണ്ടേ? അദ്ദേഹം അല്ലാതെ പിന്നെ ആര് പറയും? അത് ഞാൻ അദ്ദേഹത്തിന് ഒപ്പമാണ് കേട്ടോ. അത് ഒരിക്കലും അദ്ദേഹത്തെ മോശം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ മകൾക്കുണ്ടായ ബാഡ് അനുഭവം. ഈ ലിജോ ജോസിന്റെ മകള് പോകുമ്പോൾ നിങ്ങളുടെ പപ്പ എങ്ങനെ പടം എടുത്തെന്ന് പറഞ്ഞു ആ കുട്ടിയെ കളിയാക്കില്ല. സോഷ്യൽ മീഡിയയിൽ തങ്കൻ ചേട്ടനാണ് വൈറൽ, അല്ലാതെ കൂടെ പറഞ്ഞ ആരും അല്ല. തങ്കൻ ചേട്ടൻ മാത്രമാണ് വൈറൽ. ജോജു അതിനകത്ത് ഒരുപാട് തെറിയൊന്നും വിളിക്കുന്നില്ല. 5 മിനിറ്റോ 6 മിനിറ്റോ അങ്ങനെ ഉള്ളു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ജോജുവിന്റെ സീൻ തന്നെ ഒരു പടത്തില്, അല്ലെങ്കിൽ സംഭാഷണങ്ങൾ 5, 6, 7 ഉള്ളൂ. അതിൽ കൂടുതലും തെറി പറയുന്ന ബാക്കിയുള്ളവരുണ്ട്. ഇപ്പോൾ ജാഫർ ഇടുക്കിയുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, ചെമ്പ വിനോദുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ജോജു ജോർജ് അതിനകത്ത് പെട്ടു. അപ്പൊ ജോർജ് ജോർജിന് അത് ഒരു വിഷമം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പൊ അത് ഇവര് എടുത്തിട്ട് 5 ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ട് ചെയ്തെന്ന് പറഞ്ഞു. ജോലി പറഞ്ഞല്ലോ, ഫെസ്റ്റിവലിന് പോലും തെറിയില്ലാത്ത വേർഷനാണ് റിലീസ് ചെയ്തിട്ട് OTTയിൽ തെറിയുള്ള വിറ്റ് അവർ കാശാക്കിയിട്ട് അവസാനം അദ്ദേഹത്തെ കളനാക്കുന്ന പരിപാടി കാണിച്ചത് തീരെ ശരിയായില്ല. അത് ശരിയായിട്ടേ ഇല്ല. നമ്മൾ ജോജുവിനൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്.